യഥാർത്ഥത്തിൽ ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂഫി കഥയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഒരു വലിയ ധനാഢ്യനായിട്ടുള്ള മനുഷ്യൻ സൂഫിസം സ്വീകരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് വന്നു. അവിടെ മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സൂഫിസം സ്വീകരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് രൂപത്തിലും ഭാവത്തിലൊക്കെ വലിയ വ്യത്യാസം വന്നു കാണുന്നതാണ്. അവസാനം ഇദ്ദേഹത്തിൻ്റെ ആ പഴയ കച്ചവട സ്ഥലത്ത് വന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂഫിസം സ്വീകരിച്ച ഈ വ്യക്തിയോട് പഴയ സുഹൃത്ത് ചോദിച്ചു, നീ സൂഫിസം സ്വീകരിച്ചു എന്ന് അറിഞ്ഞിട്ട് നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. എൻ്റെ വേഷത്തിലോ ഭാവത്തിലോ ഒന്നും എനിക്ക് ഒരു സൂഫിസവും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സൂഫിയായി തീർന്ന അദ്ദേഹം പറയുന്ന ചില നിരീക്ഷണങ്ങളാണ്. ഞാനത് അങ്ങനെ തന്നെ സൂചിപ്പിക്കാം. എൻ്റെ സൂഫിസം എന്നെ ബാധിച്ചത് എൻ്റെ വേഷത്തെയോ ഭാവത്തെയോ അല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തെയാണ്. പണ്ട് എനിക്ക് എൻ്റെ കച്ചവടത്തിൽ വല്ല നഷ്ടവും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വല്ലാതെ ദുഃഖിതനാകുമായിരുന്നു. ആരെങ്കിലും എൻ്റെ കടയിൽ വന്ന് കടം പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോയാൽ ഞാൻ പിറുവിറുക്കുമായിരുന്നു. എനിക്ക് ആരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ ഏത് മാർഗത്തിലൂടെയും ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും അത് തിരിച്ച് വാങ്ങിക്കുമായിരുന്നു. അവൻ്റെ അവസ്ഥ ഒരിക്കൽ പോലും ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഇത് ഏതാനും ഉദാഹരണങ്ങൾ മാത്രമേ. എന്തെല്ലാമാണ് ആ മാനസാന്തരത്തിൽ സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ആ മാറ്റം? എൻ്റെ വ്യാപാരത്തിൽ നഷ്ടം സംഭവിക്കുകയോ ആരെങ്കിലും കടം വാങ്ങുകയോ ചെയ്താലും അതൊന്നും എൻ്റെ സ്വസ്ഥതയെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഞാൻ ഇന്ന് ഒരാളുമായി പ്രണയത്തിലാണ്. എൻ്റെ പ്രണയഭാജനം എന്ന് എനിക്ക് വിധിച്ചത് മാത്രമേ എനിക്ക് സംഭവിക്കുകയുള്ളൂ എന്നും എൻ്റെ പ്രണയഭാജനം എനിക്ക് നന്മയല്ലാതെ ഒന്നും വിധിക്കില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട്. ദൈവത്തെ നന്മയുടെ മൂർത്തിഭാവമായി കണ്ടുകൊണ്ട് ആ നന്മയാവുന്ന ദൈവം, ആ ദൈവത്തോട് അടുത്തു നിൽക്കുന്ന വ്യക്തികളായ നമുക്ക് ഓരോരുത്തരും നന്മയല്ലാതെ മറ്റൊന്നും തരില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം സൂചിപ്പിക്കാനാണ് ആ പ്രണയം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. മറഞ്ഞിരുന്നാലും നിറഞ്ഞിരിക്കുന്നതാണ് പ്രണയം. ഏത് സമയത്തും അവൻ്റെ ഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രണയത്തെ അതിനുള്ള പ്രയോഗം കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നിട്ട് ഈ കഥ അവസാനിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയത്തെയാണ് എൻ്റെ സൂഫിസം പരിവർത്തനപ്പെടുത്തിയത്, അല്ലാതെ എൻ്റെ വേഷത്തെയോ എൻ്റെ രൂപത്തെയോ എൻ്റെ ജോലിയെയോ അല്ല. ദൈവം നമ്മുടെ വേഷത്തിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അപ്പോൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ചിന്തകളെക്കുറിച്ച്, ഭാവങ്ങളെക്കുറിച്ച്, വികാരങ്ങളെക്കുറിച്ച് ഒക്കെ നന്നായി അറിയാം. ആ ദൈവത്തിൽ നിന്നും അത് നമുക്ക് മറച്ചു പിടിക്കാനാവില്ല. അപ്പോൾ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുള്ള ആ വികാരങ്ങളെ, മോഹങ്ങളെ, അല്ലെങ്കിൽ ദുർമുഖങ്ങളെ, ദുർവികാരങ്ങളെ, ദുർവിചാരങ്ങളെ എല്ലാം നമുക്ക് പരിവർത്തനപ്പെടുത്തിയിട്ട് അവയെ നന്മയാക്കി രൂപപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്നേഹവും സന്തോഷവും സമാധാനവും അനുരഞ്ജനവും ഐക്യവും ക്ഷമയും മറക്കലും പൊറുക്കലും വിട്ടുകൊടുക്കലും താന്നുകൊടുക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ ഭാവങ്ങൾ പുറപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏത് വേഷത്തിൽ ദൈവമനുഷ്യരായിട്ട് അവതരിച്ചാലും ഒരു കാര്യവുമില്ല. ആ ഭക്തി കപടഭക്തിയാണ് എന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. അതിലെ ആശയം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി, ദൈവം ഹൃദയത്തിൽ വസിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഇടപാടുകളിലൂടെയും ഇടപെടലുകളിലൂടെയും പ്രകടിപ്പിക്കാൻ കഴിയട്ടെ. അങ്ങനെ നല്ല ദൈവഭക്തരുടെ ഒരു സമൂഹം ഉണ്ടാവട്ടെ. അതാണ് ദൈവരാജ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരം.